ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് നമ്മൾ ക്രാഫ്റ്റ് തന്നെയാണ് ചെയ്യുന്നത്, പക്ഷേ കുറച്ചും കൂടി യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ക്രാഫ്റ്റ്സ് ആണ്. പ്രത്യേകിച്ച് നമ്മുടെ അമ്മമാർക്കോ ചേച്ചിമാർക്കോ അല്ലെങ്കിൽ അടുക്കളയിൽ കയറുന്ന ആർക്കായാലും ഉപകാരപ്പെടുന്ന കുറച്ച് ക്രാഫ്റ്റ്. അതിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് ഇതൊക്കെയാണ്. 5 പൈസ ചിലവില്ല, വീട്ടിൽ വേസ്റ്റ് ആയിട്ട് കിടക്കുന്ന കുറച്ച് പ്ലാസ്റ്റിക് കുപ്പികളും പ്ലേറ്റുകളും ഒക്കെ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലൊരു വൈറ്റ് കുപ്പി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ എന്തിൻ്റെ കുപ്പിയാണെന്ന് എനിക്ക് വലിയൊരു ഐഡിയ ഇല്ല, കാരണം സ്റ്റിക്കറൊന്നും ഇല്ലായിരുന്നു. ഇതിന് പകരം നമുക്ക് പ്ലാസ്റ്റിക് കുപ്പിയോ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ യൂസ് ചെയ്യാം. ഇനി ഇതിന് ഞാനൊരു വിൻറ്റേജ് ലുക്കാണ് കൊടുക്കാൻ പോകുന്നത്. നമ്മളൊരു സ്പൂൺ സ്റ്റാൻഡാണ് കേട്ടോ ഫസ്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് അതിൽ പെയിൻറ്റ് ചെയ്തിട്ടെടുക്കാം. ഈ സ്റ്റിക്കേഴ്സ് വേണമെങ്കിൽ അങ്ങനെ ഒട്ടിക്കാം, ക്ലോത്ത് വെച്ചിട്ട് കവർ ചെയ്യാം, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഞാനപ്പോൾ ഈസി ആയിട്ട് കുറച്ച് ചാക്കുനൂൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുത്തിട്ടുണ്ട്. പകുതി പോർഷൻ മാത്രമേ ചുറ്റിയിട്ടുള്ളൂ. ഇനി നമുക്ക് ഈ ചാക്കുനൂലാകുമ്പോൾ അതിൻ്റെ ഒരുപാട് പൊങ്ങി നിൽക്കുന്ന പോർഷൻസ് ഉണ്ടാകും. അതൊക്കെ ഒന്ന് ഉള്ളിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ലൈറ്റർ വെച്ചിട്ട് അല്ലെങ്കിൽ മെഴുകുതിരി കത്തിച്ചിട്ടോ അതൊന്ന് ജസ്റ്റ് ചൂടാക്കിയാൽ അത് അങ്ങോട്ട് ഉള്ളിലോട്ട് പോയിട്ടുണ്ടാകും. അപ്പോൾ നമുക്ക് നല്ല നീറ്റായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ചാക്കുനൂലില്ലാത്തവർക്കുള്ള ഓപ്ഷൻസ് ഞാൻ പറഞ്ഞു തന്നു. പിന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട, അതുപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് തോന്നിയാൽ എന്തായാലും ഒരു ലൈക്കും കൂടെ തരിക. പിന്നെ ജസ്റ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും ഇനി ക്രാഫ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, കമൻറ്റ് മാത്രമല്ല നിങ്ങളെ വെയിറ്റ് ചെയ്തിട്ട് ഒരു ഗിവ് അവേയും കൂടെ ഉണ്ട്. അപ്പോൾ അത് കിട്ടണം എന്നുണ്ടെങ്കിലും കൂടെ കമൻറ്റ് ചെയ്യണം. അപ്പോൾ അത്രയേ ഉള്ളൂ സ്പൂൺ സ്റ്റാൻഡ്. ഇനി നെക്സ്റ്റ് ഐറ്റം നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ 2 കുപ്പികൾ എടുത്തിട്ടുണ്ട്. ഒന്ന് നമ്മൾ ഈ ഫ്രൂട്ടൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന അങ്ങനത്തെ ഒരു കുപ്പിയാണ്. ഒന്ന് പിന്നെ വേറെ എന്തോ ഈ നെയ്യോ അങ്ങനെ എന്തോ ഒരു സാധനത്തിൻ്റെ കുപ്പിയാണ് കേട്ടോ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഫ്രൂട്ടിൻ്റെ കുപ്പി എന്ന് പറഞ്ഞില്ലേ, ആ കുപ്പീൻ്റെ ഈ മുകളിലത്തെ പോർഷൻ, അതായത് അടപ്പ് വരുന്ന പോർഷന്, അടപ്പ് മാത്രമല്ല അടപ്പിൻ്റെ കുറച്ച് ഭാഗം കൂടി കേട്ടോ, അടപ്പ് ഫിക്സ് ആയിട്ടുള്ള ആ പോർഷൻ ഇല്ലേ, ആ പോർഷൻ അടക്കം ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കണം. കത്തി ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ കട്ട് ചെയ്യും. ഞാൻ കത്തി ഒന്ന് ചൂടാക്കുക, തീരെ ചൂടാക്കിയിട്ട് കട്ട് ചെയ്ത് നമുക്ക് പെട്ടെന്ന് കിട്ടും കേട്ടോ. അതുപോലെ നമ്മുടെ മറ്റേ കുപ്പിയില്ലേ, ആ കുപ്പീൻ്റെ അടപ്പിൽ നമ്മളൊരു ഹോൾ ഇട്ട് കൊടുക്കണം. ഹോൾ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ട് നല്ല വൃത്തികേടായിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ എൻ്റെ കട്ട് ചെയ്യാൻ നല്ല മൂർച്ചയുള്ള കത്തിയില്ലായിരുന്നു കേട്ടോ, ഉണ്ടായിരുന്നു, അതൊക്കെ എവിടെയോ പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നമ്മുടെ ഈ പപ്പടക്കോലുണ്ടല്ലോ, പപ്പടമൊക്കെ വാങ്ങിക്കണം, ആ കോല് ചൂടാക്കിയിട്ട് അതുകൊണ്ട് ഇങ്ങനെ വരച്ചെടുത്തേക്കാണ്. അപ്പോൾ അതിൻ്റെ വൃത്തികേട് നല്ലോണം കാണാനുണ്ട്. അപ്പോൾ നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ നല്ല നീറ്റായിട്ട് കട്ട് ചെയ്യുക. ഇനി നമ്മൾ നേരത്തെ കുപ്പീൻ്റെ പോർഷൻ ഉണ്ടല്ലോ, അത് ഇതിലോട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കണം, ആ സർക്കിൾ ഭാഗത്ത് ഒട്ടിച്ചു കൊടുക്കുക, അത്രയേ ഉള്ളൂ. ഇനി ഇതിൻ്റെ യൂസ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ ഉണ്ടാവുമല്ലോ, നമ്മളെ കടുക്, പരിപ്പ്, അതേപോലെ ചെറുപയർ, അങ്ങനത്തെ പയറുകളൊക്കെ നമുക്ക് ഇതിൽ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതാ കുറച്ച് അതായത് നമുക്ക് വലിയ അടപ്പാകുമ്പോൾ നമുക്ക് ഒന്നായിട്ട് ചിലപ്പം പോരാനുണ്ട്, നമുക്ക് കുഞ്ഞ് എമൗണ്ട് കിട്ടില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഇടാൻ പറ്റും. ആ വൃത്തിയേടായിട്ടുള്ള ഭാഗം നമുക്ക് പെയിൻറ്റ് ചെയ്യുക, അങ്ങനെയൊക്കെ കവർ ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഞാൻ ഇന്ന് ഒരു ടൈം ലിമിറ്റ് ഉണ്ടായതുകൊണ്ടാണ് അതൊന്നും ചെയ്യാഞ്ഞത്. നെക്സ്റ്റ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതുപോലൊരു സാധനമാണ്. ഇതിന് എന്താ പറയാമെന്നറിയില്ല. നമുക്ക് ബട്ടൺ ഹൗസ് ആയതുകൊണ്ട് അവിടെ ഈ ലേസൊക്കെ കൊണ്ടുവരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഇതില്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് 2 കാർഡ്ബോർഡ് എടുക്കുക, എന്നിട്ട് സർക്കിളിൽ കട്ട് ചെയ്തിട്ട് അതിൻ്റെ സെൻറ്ററിൽ കാർഡ്ബോർഡ് റോൾ ഉണ്ടെങ്കിൽ അങ്ങനെ ഒട്ടിച്ചിട്ട് നമുക്ക് ഈ സാധനം ഉണ്ടാക്കാം. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഇതുപോലത്തെ ജാമിൻ്റെ പാത്രം, അതുപോലെ സോസിൻ്റെ, വൈറ്റ് സോസിൻ്റെ പ്ലേറ്റ്സ് ഒക്കെയാണ്. അപ്പോൾ അതൊക്കെ ജാമിൻ്റെതൊക്കെ എന്തായാലും എല്ലാവരുടെ വീട്ടിലുണ്ടാവുമല്ലോ. പിന്നെ മറ്റേ സാധനമാണ് കിട്ടാൻ കുറച്ച് പണി, അത് ഞാൻ ഇതുപോലെ പറഞ്ഞ പോലെ നമുക്ക് ഉണ്ടാക്കിയിട്ടെടുക്കാം. അപ്പോൾ ഇനി ഞാനൊരു 3 ജാമിൻ്റെ ഇങ്ങനത്തെ ബോട്ടിൽസ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ സ്റ്റിക്കേഴ്സ് ഞാൻ കീറി കളയാൻ നോക്കി, പക്ഷെ ഒന്ന് പേപ്പർ വെച്ചിട്ടായിരുന്നു, പിന്നെ ഒന്ന് ആദ്യമേ പ്രിൻറ്റ് ചെയ്ത് വന്നതായിരുന്നു. മറ്റേത് പേപ്പർ കൈകൊണ്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഇതുപോലെ തന്നെ വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് എന്ത് ചെയ്യാം, പെയിൻറ്റ് ചെയ്യാം കേട്ടോ. പെയിൻറ്റ് ചെയ്താലും അതുപോലെ നമുക്ക് ജസ്റ്റ് ഒരു വൈറ്റ് പേപ്പർ വെച്ചിട്ട് കവർ ചെയ്തിട്ട് അതിന്മേൽ ഡിസൈൻ കൊടുക്കുക, അങ്ങനെയൊക്കെ ചെയ്ത് നമുക്ക് നല്ല ക്യൂട്ടായിട്ട് കിട്ടും. ഇനി ഞാൻ ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് ഒരു സ്റ്റാൻഡ് പോലെ ആക്കാനാണ്. അപ്പോൾ ഒന്നെങ്കിൽ നമുക്ക് ഈ പ്ലേറ്റ്സ് മുകളിൽ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ താഴെ ഒട്ടിക്കാം. ഇനി രണ്ടും ചെയ്യാം, മുകളിലും താഴെയും ഒട്ടിച്ചാൽ നമുക്ക് 6 പ്ലേറ്റ് ഇതുപോലെ പോകും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഞാൻ ഡബിൾ സ്റ്റിക്ക് വെച്ചിട്ടാണ് ഇപ്പോൾ ഒട്ടിക്കുന്നത്. ഗ്ലൂ ഗൺ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ആയിരിക്കും നല്ലത്, കാരണം സ്റ്റിക്ക് അയാൾ നിന്നോളും. അപ്പോൾ ഡബിൾ സ്റ്റിക്ക് വെച്ചിട്ട് ഇതുപോലെ 3 ജസ്റ്റ് ഒന്ന് വെച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഇങ്ങനെ ആയതുകൊണ്ട് മുകളിലൊരു ഹോൾഡർ കൂടെ ഉണ്ടായതുകൊണ്ട് നമുക്ക് ഇങ്ങനെ കറക്കാൻ പറ്റും. ഇനി ഈ പ്ലേറ്റ്സിൽ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ കുറച്ച് പരിപ്പ് എടുത്തതുകൊണ്ട് 3 പരിപ്പ് ഇട്ടിട്ടോ, അത് അങ്ങനെയല്ല, അതായത് 3 നമുക്ക് വേറെ. അപ്പോൾ നമുക്ക് എന്താ പറയുക, ജീരകം, കടുക്, അങ്ങനത്തൊക്കെ നമുക്ക് പെട്ടെന്ന് എപ്പോഴും നമ്മളെ കയ്യെത്താ ദൂരത്ത് ഉണ്ടാവേണ്ട സാധനങ്ങളാണല്ലോ. അപ്പോൾ അതൊക്കെ നമുക്ക് ഇതിലിങ്ങനെ പ്ലേറ്റ്സിൽ ഇട്ട് വെച്ചാൽ നമുക്കിതിങ്ങനെ കറക്കിയിട്ട് നമുക്ക് വേണ്ട സാധനങ്ങൾ ഇങ്ങനെ എടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇന്നത്തെ 3 DIYസും കിച്ചണിൽ യൂസ് ചെയ്യാവുന്നതാണ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഇതിൽ ഏതാ ഇഷ്ടപ്പെട്ടെന്ന് കമൻറ്റ് ചെയ്യുക.